Okay, shall we start the class? Say yes or no. തുടങ്ങാം. What did we learn in the last class? Nigel. Angel, you have to listen here. What did we learn in the last class? Who will say? Last class എന്താ പഠിച്ചത്? Lakshmi Priya, can you say something about the last class? Okay. Say. Unsafe. I can't hear. Say loudly. Sentence. Sentence. Sentence നമ്മൾ മുഴുവൻ എടുത്തില്ലല്ലോ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ഷിസ ആൻഡ് ഷഹബാസ് രണ്ടാളും വേറെ വേറെ ഇട്ടം പറയണോ ഞാൻ? വേണ്ടല്ലോ. പറഞ്ഞു മോളെ. സെന്റൻസ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ അല്ലേ? ആണോ അല്ലയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ എടുത്തത്? ഓപ്പോസിറ്റ് വേർഡ്സ് പഠിച്ചു അല്ലേ? ഓപ്പോസിറ്റ് വേർഡ്സ് പഠിച്ചു. പിന്നെ ഫൺ വിത്ത് വേർഡ്സ് ഡിസ്കസ് ചെയ്തു, ഓപ്പോസിറ്റ് വേർഡ്സ് ഡിസ്കസ് ചെയ്തു അല്ലേ? അത് രണ്ടുമല്ലേ ചെയ്തത്? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഗ്രാമർ. ഗ്രാമർ. ഓക്കെ, ഗ്രാമർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രാമറിൽ ഏത് പോർഷൻ പഠിക്കാനുള്ളത്? വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് സെന്റൻസ്. സെന്റൻസ്. ഷഹബാസ് എന്റെ നടി വാങ്ങും. ഞാൻ വീട്ടിൽ വരുന്നുണ്ട് എല്ലാവരുടെയും. ഒരു സർപ്രൈസ് വിസിറ്റ് ഏത് സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ, then listen here. In the last class we just started about grammar. Okay, what do you mean by a sentence? Angel, do you want to say something? മിസ്സേ, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് വരാൻ പറ്റിയില്ല. പറ്റിയില്ലായിരുന്നു. ഓക്കെ, then ഒരു കാര്യം ചെയ്യാം. ലക്ഷ്മി പ്രിയ ഫോട്ടോ എടുക്കുക. നമ്മുടെ 6th പേജ് ആൻഡ് 7th പേജിന്റെ ഫോട്ടോ എടുത്തൊന്ന് ഗ്രൂപ്പിൽ ഇടാം, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വർക്കിന്റെ. ഓക്കെ, ആർ യു റെഡി? പറ്റുമോ? ഓക്കെ. Today we are going to learn sentence. Okay, what do you mean by sentence? What do you mean by a sentence? Who will say? എന്താ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ എഡ്വിൻ? What do you mean by a sentence? Give me a definition. Can you say? I can't hear. Okay. എന്താ പറഞ്ഞ? സെന്റൻസ്. എന്താ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ സെന്റൻസിന്റെ ഡെഫിനിഷൻ? ഇന്ന് പഠിച്ചിട്ട് വന്നില്ലേ എഡ്വിൻ? പഠിച്ചായിരുന്നു. It's okay. A sentence is a group of words. A sentence is a group of words which make complete sense. A sentence. ശ്രദ്ധിക്കുക. Josie, listen here. A sentence is a group of words which make complete sense. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞതെന്ന്? ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്താണ്? A sentence is a group of words. Sentence എന്ന് പറഞ്ഞാൽ എന്താണ്? It's a group of words. Sentence is a group of words. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലെ? ഒരു സെന്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേർഡ്സ് കാണാൻ പറ്റില്ലേ? കഴിയില്ലേ? ഒരു സെന്റൻസിൽ വേർഡ്സ് കാണാൻ കഴിയും. സോ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. മനസ്സിലായില്ലത്? എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. നമുക്ക് കൃത്യമായ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയാ? സെന്റൻസ് എന്ന് പറയാ. മനസ്സിലായോ? എ സെന്റൻസ് is a group of words. എന്താ ഏഞ്ചൽ?
A sentence is a group of words which make complete sense. Complete ആയിട്ടൊരു മീനിങ് തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ എന്ത് പറയാ? സെന്റൻസ് എന്ന് പറയാ. Okay. Edwin is a smart boy. Edwin is a smart boy. We can say group of words in that sentence, right? ആ സെന്റൻസിൽ എന്ത് കാണാൻ പറ്റും? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കാണാൻ പറ്റും. Edwin is a smart boy. One sentence. Edwin is a smart boy. It conveys a full meaning. അല്ലേ? അതെന്ത് തരുന്നുണ്ട്? നമുക്കൊരു ഫുൾ മീനിങ് തരുന്നുണ്ട്. നമുക്ക് Edwin is a smart boy. Josie is a beautiful girl. നെക്സ്റ്റ് സെന്റൻസ് എന്താ? ഈ സെന്റൻസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എഡ്വിൻ ഒരു സ്മാർട്ട് ബോയ് ആണ്, ജോസി ഒരു ബ്യൂട്ടിഫുൾ ഗേൾ ആണ്, സുന്ദരിയായ പെൺകുട്ടിയാണ്, അല്ലേ? ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. മിസ് പറയുന്നത് ഏബിൾ ബിനോയ്, എഡ്വിൻ ഈസ് എ ബോയ് സ്മാർട്ട്. എഡ്വിൻ ഈസ് എ ബോയ് സ്മാർട്ട് ഓർ ജോസി ഈസ് എ ഗേൾ ബ്യൂട്ടിഫുൾ. ഈ സെന്റൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? അങ്ങനെ ഞാൻ സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീനിങ് കിട്ടുമോ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിസ് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല, അല്ലേ? പക്ഷേ എഡ്വിൻ ഈസ് എ സ്മാർട്ട് ബോയ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് എന്താ കൃത്യമായ ഒരു മീനിങ് കൺവേ ചെയ്യുന്നുണ്ട് ആ സെന്റൻസ്. സോ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. ഡെഫിനിഷൻ മനസ്സിലായല്ലോ? കൃത്യമായ മീനിങ് കൺവേ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ എന്ത് പറയും? സെന്റൻസ് എന്ന് പറയും. ഇത് മനസ്സിലാവാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. മുഹമ്മദ്, can you hear me? Yes, I will unmute you. ഒന്നും മനസ്സിലായിട്ടില്ല. 2-3 ദിവസമായല്ലോ കണ്ടിട്ട് ക്ലാസ്സില്. മുഹമ്മദ്, മടിയാണോ കണക്ട് ആവാത്തതാണോ? ാണോ കണക്ട് ആവാത്തതാണോ? ഓക്കെ. ഇന്ന് പഠിപ്പിച്ച കാര്യം മിസ് വേഗം പറഞ്ഞുതരാം. ഇന്ന് നമ്മള് പേജ് നമ്പർ 7 ലെറ്റസ് ലേൺ ഗ്രാമർ കണ്ടോ? പേജ് 7 ലെറ്റസ് ലേൺ ഗ്രാമർ. ഗ്രാമർ പോർഷനില് സെന്റൻസ് കണ്ടോ? ഫസ്റ്റ് സെന്റൻസ്, എ സെന്റൻസ് is group of words which make complete sense is a sentence. A group of words which make complete sense is a sentence. ഗ്രാമർ സെക്ഷൻ ആണ് ഇന്ന് എടുക്കുന്നത്. ഗ്രാമർ സെക്ഷനിൽ സെന്റൻസ് എന്താണെന്നാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. മുഹമ്മദിന് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്, ശ്രദ്ധിക്കുക. ഓക്കെ മുഹമ്മദ്? മുഹമ്മദിന്റെ റേഞ്ചിന്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല. ഓക്കെ. മിസ്സിന് രാത്രി വിളിക്കുകയാണെങ്കിൽ ഒരു 8:30-ക്ക് ശേഷം മിസ്സിന് വിളിക്കുകയാണെങ്കിൽ മിസ് ഇത് പറഞ്ഞു തരാം. ഓക്കെ? മുൻ വരാത്ത ദിവസത്തെയും കൂടി പറഞ്ഞു തരാം. മുഹമ്മദ് വിളിക്കണം എന്നെ എന്തായിട്ടും ഇന്ന് രാത്രി 8:30-ക്ക് ശേഷം. ഓക്കെ? ദാൻ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ്. ഓക്കെ. പിന്നെ 8:30-ക്ക് ശേഷം മദ്രസയിൽ ക്ലാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3 സമയം കിട്ടുന്ന സമയത്ത് വിളിക്കണ്ടേ? ഓക്കെ. Then next sentence എന്താടോ? A sentence always begins with a capital letter and has a verb. What do you mean by a verb? എന്താണ് ഷഹബാസ്? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് അല്ലാതെ വേറെ ഒന്നും സംസാരിക്കല്ലേ. പറഞ്ഞോ? പറഞ്ഞുതരാം. Okay, then a group of words which make complete sense is a sentence. അത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് അല്ലേ? നെക്സ്റ്റ് വൺ, a sentence always begins with a capital letter and has a verb. സെന്റൻസിൽ എന്തുണ്ടാകും? വെർബ് ഉണ്ടാകും അല്ലേ? what do you mean by a verb? എന്താ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല മക്കളെ, കൈ കാണിക്കാം. verb means what? verb means doing words ആണ് ലക്ഷ്മിപ്രിയ. doing words അല്ലേ?
ആണോ? ക്രിയയല്ലേ ക്രിയ. പ്ലേ, ഡ്രിങ്ക്, റൈറ്റ്, സിംഗ് അല്ലേ? എന്താ മനസ്സിലായി? വെർബ്. വെർബ് ഡിനോട്ട്സ് an action. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? വെർബ്. എന്താ ഹന്ന റോസ്? It denotes an action. It denotes an action. Verb denotes an action. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? വെർബ്. അതായത് കളിക്കുക, പഠിക്കുക, എഴുതുക, ഇതൊക്കെ ഒരു പ്രവൃത്തിയല്ലേ? പഠിപ്പിക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? പ്ലേ, ഡ്രിങ്ക്, ഈറ്റ്, ഇതെല്ലാം എന്താണ്? വെർബ് ആണ്. A sentence always begins with a capital letter. Sentence എങ്ങനെയായിരിക്കും begin ചെയ്യുക? A sentence begins with a capital letter. Sentence എങ്ങനെയായിരിക്കും begin ചെയ്യുന്നത്? Capital letterലായിരിക്കും അല്ലേ? ഇന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? Edwin is a smart boy. Edwin, it should be capital. Edwin അതല്ല ആദ്യം എഴുതുന്നത് അല്ലേ? Edwin is a smart boy. It should be capital. Josie, J should be capital. ഓക്കെ, മനസ്സിലായോ? ഒരു സെന്റൻസ്, ഏതൊരു സെന്റൻസ് ആയിക്കോട്ടെ, എന്തിനെ കുറിച്ച് പറയുന്ന സെന്റൻസ് ആയാലും ബിഗിൻ ചെയ്തത് എങ്ങനെയായിരിക്കണം? യു ഷുഡ് സ്റ്റാർട്ട് എ സെന്റൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എന്താ ഷിസ ഫാത്തിമ? വാട്ട് ആർ യു ഡൂയിങ് ദർ? ഷിസ ഫാത്തിമ കൈ കെട്ടിയിരുന്നേ, കുറച്ച് ബാക്കിലേക്കായിട്ട് കൈ കെട്ടിയിരുന്നേ. രണ്ടുപേരും കൈ കെട്ടിയിരുന്നേ. ഓക്കെ ദൻ. ഏബൽ ബിനോയ് ഇരുന്ന മോനെ നേരെ. ഓക്കെ ദൻ. എന്റെ എങ്ങനെയായിരിക്കും ഒരു സെന്റൻസ്? പല വിധത്തിലായിരിക്കും. നോർമലി സെന്റൻസ് എൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഫുൾ സ്റ്റോപ്പിലായിരിക്കും. അതുപോലെ there are 4 types of sentences. നോക്ക, there are 4 types of sentences. Next line. There are 4 types of sentences. How many types of sentences are there? There are 4 types of sentences. എത്ര തരത്തിലുള്ള സെന്റൻസ് ഉണ്ടെന്നാ പറഞ്ഞത്? 4 തരത്തിലുള്ള സെന്റൻസ് ഉണ്ട് അല്ലേ? There are 4 types of sentences. They are statement. The first one is statement. ഒന്നാമത്തെ type of sentence എന്താണ്? The first type of sentence is statement. First one എന്താണ്? Statement. Second one, interrogative sentence. All should listen to your textbook. Next one, interrogative sentences. Third one, imperative sentence. Imperative sentence. Okay. Third one, imperative sentence. Muhammad Rihan. First one, statement. Second one, interrogative sentence. Third one, imperative sentence. And fourth one, exclamatory sentence. Exclamatory sentence. എന്താണ് ഏഞ്ചൽ? ഓക്കെ പറഞ്ഞോ. മിസ് ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. എല്ലാവർക്കും കട്ടായി പോകുന്നുണ്ട് മിസ് പറയുന്നത്. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും മോളെ. പിന്നെ മിസ് ഇത് 4th ക്ലാസ്സിൽ പഠിച്ചതും കൂടെയാ. അത് കുഴപ്പമില്ല, നിങ്ങളുടെ 5th സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റിലും ഇതുണ്ട്. അപ്പൊ ഇത് പഠിക്കണ്ടേ? ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ലേ? മിസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സ്പീഡായി പോകുന്നുണ്ട്. ഓക്കെ മിസ് സ്പീഡ് ഓർക്കാം. ദെൻ വേറെ എന്തെങ്കിലും? വേറൊന്നുമില്ല മിസ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ സ്പീഡായി പോയോ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ലക്ഷ്മിപ്രിയ, ജോസി, ഹന്ന മനസ്സിലാവുന്നുണ്ടോ? മിസ് ആ വെർബ് തൊട്ടാ സ്പീഡായി പോകുന്നെ. അതെയാ, മിസ് സ്പീഡ് ഓർക്കാം. ഓക്കെ. ഓക്കെ, there are 4 types of sentences. അവിടുന്ന് മുതൽ മിസ് പറഞ്ഞുതരാം ഒന്നുകൂടി. എത്ര തരത്തിലുള്ള സെന്റൻസ് ഉണ്ട്? There are 4 types of sentences. How many sentences are there? How many types of sentences are there? There are 4 types of sentences. Muhammad, how many types of sentences are there?
There are 4 types of sentences. First one, statement. First one, statement. എന്താണ് first one? Statement ആണ്. First one എന്താണ്? Statement ആണ്. Underline that sentence. Second one, interrogative sentence. Second one, interrogative sentence. First one, statement. Second one, interrogative sentence. Third one, imperative sentence. Third one, imperative sentence. Third one, imperative sentence. ഇതിന്റെ ഡീറ്റെയിൽസ് മിസ് ഇപ്പൊ പറഞ്ഞു തരുവേ, ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുക. And fourth one, exclamatory sentence. Exclamatory sentence. First one, statement. Second one, interrogative sentence. Third one, imperative sentence. And fourth one, exclamatory sentence. മനസ്സിലായോ? കിട്ടിയോ? ഒന്നുകൂടി മിസ് പറയാം. A group of words which make complete sense is a sentence. Sentence എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ ഒരു മീനിങ് കൺവേ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് എന്ത് പറയും? സെന്റൻസ് എന്ന് പറയും. അത് മനസ്സിലായില്ലേ? A sentence always begins with a capital letter. അതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഓക്കെ, then next one. There are capital letter and has a verb. ഒരു സെന്റൻസിൽ എന്തുണ്ടാകാം? വെർബ് ഉണ്ടാകാം. ഓക്കെ, വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ക്രിയ എന്നാണ് അർത്ഥം. A verb means it denotes an action. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? വെർബ്. നിങ്ങൾക്ക് ഇവിടെ വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് സെന്റൻസിന്റെ ടൈപ്സ് മാത്രമാണ് പഠിക്കാനുള്ളത്. വെർബ് പിന്നെ നമ്മൾ പഠിക്കുമായിരിക്കണം. ഇപ്പൊ മിസ് വെർബ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? The word verb denotes an action. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? verb. For example, drink, write, play, eat, etc. Okay. വെക്കേഷൻ ഓൺലൈൻ ക്ലാസ് കേട്ടവർ എത്ര പേരുണ്ട്? വെക്കേഷൻ ടൈമിൽ ഓൺലൈൻ ക്ലാസ് കേട്ടവർ എത്ര പേരുണ്ട്? ഫസ്റ്റ് ക്ലാസ് കേട്ട എത്ര പേരുണ്ട്? It was about verb. അതെന്തിനെ കുറിച്ചായിരുന്നു അറിയുമോ? വെർബിനെ കുറിച്ചായിരുന്നു. മുഹമ്മദ്, do you remember that? ഒരുപാട് വെർബ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സിൽ. നന്നായിട്ട് ചെയ്ത കുട്ടികൾക്കറിയാം. ഓക്കെ, then next. There are 4 types of sentences. There are 4 types of sentences. First one, statement. സ്റ്റേറ്റ്മെന്റിന് വേറെ 2 പേരുണ്ട്, അറിയോ? അത് നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമില്ല, ജനറൽ ആയിട്ട് മിസ് പറഞ്ഞിരുന്നതാണ്. അസേർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് കേട്ടാൽ മാത്രം മതി മക്കള്. ഇപ്പൊ നിങ്ങൾക്കത് വേണ്ട, കുഞ്ഞു മക്കളല്ലേ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വലിയ എന്താണെന്ന് വിചാരിക്കേണ്ട, സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റിന്റെ വേറൊരു പേരാണ് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അത് മനസ്സിലായില്ലേ? ഡിക്ലറേറ്റീവ് സെന്റൻസ് എങ്ങനെ എൻഡ് ചെയ്യുന്ന അറിയോ? ഡിക്ലറേറ്റീവ് സെന്റൻസ് it ends with a full stop. Declarative sentence or our statements ends with a full stop. Full stop ilana avasanikka. Okay. Second one, interrogative sentence. Interrogative sentence adendana nammal ipo detail aayittu thaale padikkan povunnaanu. Interrogative sentence padicho? ende kooduthe thanne padichu poi njan ipo ningale kondu parayipikkum. ഷാഹിദേ ശ്രദ്ധിച്ചിരിക്കാം. First one, statement. Second one, interrogative sentence. Third one, imperative sentence. Imperative sentence. And last one, exclamatory sentence. Exclamatory sentence. പഠിച്ചോ? ഷഹാനഷിരും പറയോ? 4 types of sentences ഏതൊക്കെയാണ്? 1 minute. Okay, പറഞ്ഞോ. Sentence, interrogate,
sentence. First one, state. Sentence. Second one, Interrogative sentence. interrogative sentence. Third one, Imperative sentence. imperative sentence. And last one, Exclamatory sentence. exclamatory sentence. നമ്മൾ last class ൽ പഠിച്ചതാണ് അല്ലേ? Edwin, do you want to say something? മിസ് ആ രണ്ടാമത്തെ ഒന്ന് എന്താ പറയുന്നേ? interrogative sentence എന്നാൽ എന്താന്നാ? അതല്ല, അതെങ്ങനെയാ വായിക്കുന്നേ? interrogative sentence. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, നോക്കുക. Let us learn about the first two types. നമ്മൾ ഇപ്പോ ഈ സെക്ഷനിൽ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഏതൊക്കെയാണ്? The first one is statement. Second one, interrogative sentence. ഇത് രണ്ടും മാത്രമാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. A sentence, all should listen to your textbook. Textbook നോക്കുക. Okay, textbook നോക്കുക. Next sentence. A sentence that tells us something is a statement. A sentence that tells us something is a statement. Statement എന്ന് പറഞ്ഞാൽ എന്താ? A sentence that tells us something. നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് എന്താണ്? പറയുന്ന സെന്റൻസ് നമ്മൾ എന്ത് പറയാ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. എക്സാമ്പിൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ജോസി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഷഹാന ഈസ് ലൈറ്റ് ഇൻ ദ ക്ലാസ്. Edwin is a smart boy. ഇതൊക്കെ എന്താണ്? These all are statement. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എൻഡ് ചെയ്യാ? It ends with a full stop. Statements ends with a full stop. സ്റ്റേറ്റ്മെന്റ് എങ്ങനെ അവസാനിക്കുക? ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. അതിനർത്ഥം എന്താ? ബാക്കി ടൈപ്സ് ഓഫ് സെന്റൻസ് ഫുൾ സ്റ്റോപ്പിൽ ആയിരിക്കില്ല എന്നല്ലേ? എല്ലാ സെന്റൻസും ഫുൾ സ്റ്റോപ്പിൽ ആയിരിക്കില്ല അവസാനിക്കുന്നതെന്നല്ലേ എന്റെ അർത്ഥം? A statement ends with a full stop. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A sentence that tells something is a statement. കാര്യങ്ങൾ പറയുമ്പോൾ അതെന്തായി മാറും? ആ സെന്റൻസ് എന്തായി മാറും? സ്റ്റേറ്റ്മെന്റ് ആയി മാറും. മുഹമ്മദ് റിഹാൻ MC, you have to listen here. Muhammad Rihan. Muhammad Rihan, what are you doing there? Are you in the class? Okay, then next. It ends with a full stop. എങ്ങനെ എൻഡ് ചെയ്യുന്നത്? ഫുൾ സ്റ്റോപ്പിലായിരിക്കും എൻഡ് ചെയ്യുക. എക്സാമ്പിൾ, അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? We are going to the market in the evening. We are going to the market in the evening. We are going to the market in the evening. എന്താ അതിന്റെ മീനിങ്? What is the meaning of this sentence? Angel? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? അപ്പൊ ഇതൊന്നും കേട്ടില്ല ഇത്രയും സമയം ക്ലാസ്? മിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ട് മിസ്സേ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ എൻഡ് ചെയ്യാ? വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സാമ്പിൾ, can you read it? Yes. We are going to the market in the evening. Okay, what is the meaning of this sentence? നമ്മൾ ഉച്ചയ്ക്ക് മാർക്കറ്റിൽ പോകുന്നു. Okay, it is a statement. അതൊരു കാര്യം നമ്മളോട് പറയുകയാണ് അല്ലേ? നമ്മൾ വൈകുന്നേരം മാർക്കറ്റിൽ പോവാണെന്ന് പറയുന്നത് നമ്മളോട് ഒരു കാര്യം പറയുന്നതല്ലേ? It's a statement. Yes. Okay. Yes.
നെക്സ്റ്റ് വൺ നോക്കാം. എ സെന്റൻസ് ദാറ്റ് ആസ്ക്സ് സംതിങ് ഈസ് എ ക്വസ്റ്റ്യൻ ഓർ ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? എന്തിനെ കുറിച്ചുള്ള സെന്റൻസ് ആയിക്കോട്ടെ, സെന്റൻസിലെല്ലാം നമ്മൾ പൊതുവായിട്ട് പറഞ്ഞ പേരാണ് എന്ത്? അത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. മനസ്സിലായോ? എ സെന്റൻസ് ദാറ്റ് ആസ്ക്സ് സംതിങ് ഈസ് എ ക്വസ്റ്റ്യൻ ഓർ ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. സ്പീഡ് ആവുന്നുണ്ടോ ഹന്ന റോസെ? Why are you smiling always? What are you doing there? You have to listen here. Okay, നോക്കാം. എ സെന്റൻസ് ദാറ്റ് ആസ്ക്സ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സെന്റൻസിന് നമ്മൾ എന്താ പറയാ? ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഹൗ ആർ യു ഓർ വാട്ട്സ് യുവർ നെയിം. ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. വാട്ട് ഈസ് യുവർ നെയിം? ഹൗ ആർ യു? വേർ ആർ യു ഫ്രം? ദീസ് ഓൾ ആർ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. മനസ്സിലായോ? മനസ്സിലാവുന്നില്ലെങ്കിൽ മിസ്സിനോട് ഇപ്പൊ തന്നെ പറയാം. ഓക്കെ, എ സെന്റൻസ്, അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. എ സെന്റൻസ് ദാറ്റ് ആസ്ക്സ് സംതിങ് ഈസ് എ ക്വസ്റ്റ്യൻ ഓർ ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. എ സെന്റൻസ് ദാറ്റ് ആസ്ക്സ് സംതിങ് ഈസ് എ ക്വസ്റ്റ്യൻ. നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നതാണെങ്കിൽ ക്വസ്റ്റ്യൻ അല്ലേ ഇത്? അല്ലേ? വാട്ട് ഈസ് യുവർ നെയിം? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഇത്? It's an interrogative sentence. It's an interrogative sentence. It ends with a question mark. എല്ലാ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് എന്തുണ്ടാകും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും, അല്ലേ? ക്വസ്റ്റ്യൻ ലാസ്റ്റ് എന്തുണ്ടാകൂടോ? ക്വസ്റ്റ്യൻ മാർക്ക് കാണാറില്ലേ? വാട്ട് ഈസ് യുവർ നെയിം? അതിന്റെ അവസാനം എന്തുണ്ടാകും? ഫുൾ സ്റ്റോപ്പ് ആണ് ഉണ്ടാവുക? നോ, ഇറ്റ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് ഉണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ? ഇപ്പൊ പഠിച്ച രണ്ട് കാര്യം നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? അല്ലേ? ഓക്കെ. എക്സാമ്പിൾ, where are you going in the evening? Where are you going in the evening? നിങ്ങൾ വൈകുന്നേരം എവിടെയാണ് പോകുന്നത്? അല്ലേ? അതിന് ഉത്തരമായിട്ട് നമ്മൾ പറയുന്ന കാര്യമായിരിക്കും എന്ത്? സ്റ്റേറ്റ്മെന്റ്. മുകളിൽ നോക്കുക, മുകളിലത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അവിടെ കണ്ടോ? എക്സാമ്പിൾ, we are going to the market in the evening. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? where are you going in the evening? നിങ്ങൾ വൈകുന്നേരം എവിടെയാണ് പോകുന്നത്? we are going to the market in the evening. മനസ്സിലായോ? അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലേ? Got it? Say yes or no. മനസ്സിലായോ എന്റെ മക്കളെ? ഏബൽ ബിനോയ്ക്ക് മനസ്സിലായില്ല. എന്താ എന്റെ മോന് മനസ്സിലാവാത്തത്? എവിടുന്ന് മുതലാ മോന് മനസ്സിലാവാത്തത്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്. ഏത് മോനെ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് മനസ്സിലാവാത്തത്? ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ വേറൊരു വേർഡാണ് എന്ത്? വേറൊരു പേരാണ് ക്വസ്റ്റ്യൻ. മുഹമ്മദ് റിഹാൻ, you should be listen in my class. എന്റെ ക്ലാസ്സിൽ എന്നെ മാത്രം ശ്രദ്ധിച്ചിരുന്നാ മതി. ഓക്കെ? What are you doing? നീ എന്താ അവിടെ ചെയ്യുന്നത്? നീ ആരെയും നോക്കുന്നത്? ആരുമില്ല. പിന്നെ ഞാൻ എത്ര സമയം പറഞ്ഞു നേരെ എന്നെ ശ്രദ്ധിച്ചിരിക്കാൻ? ബാക്കി എല്ലാവരും എന്നെയല്ലേ ശ്രദ്ധിച്ചിരിക്കുന്നത്? മുഹമ്മദ് റിഹാൻ, why are you smiling? Okay, Binoy, listen here. Interrogative sentence അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്മൾക്കറിയാം. നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം, ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? അതെന്താണ്? ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനില്ലേ, സാധാരണ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. മനസ്സിലായോ എന്റെ മോനെ? ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് എന്തുണ്ടാകും? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. അത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ?
നെക്സ്റ്റ് വർക്ക് നോക്കാം. റൈറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ? സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയില്ലേ? നോക്കാം. റൈറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ്. എഫ് കണ്ടോ? എഫ്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് വൺ, Uncle Am was Hades' grandfather. Uncle Am was Hades' grandfather. ഹെയ്ഡിന്റെ ഗ്രാൻഡ് ഫാദർ ആരാണ്? അങ്കിൾ ആം ആണ് അല്ലേ? ദെൻ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മളോട് ഒരു കാര്യം പറയാണ്. അതിനെങ്ങനെയാ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് ഈ ആൻസർ നമ്മൾക്ക് കിട്ടുക? ഈ സ്റ്റേറ്റ്മെന്റ് ആൻസർ ആയിട്ട് കിട്ടുക? അങ്കിൾ ആം വാസ് ഹെയ്ഡീസ് ഗ്രാൻഡ് ഫാദർ. ഓക്കെ ഏഞ്ചൽ. Who is Hades' grandfather? Who is ആണ് മോളെ അവിടെ? അവിടെ വാസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്ത് വരണം? വാസ് വരണം. ക്വസ്റ്റ്യൻ Who was? വാസ് വരണം. Then the question is, who was Hades' grandfather? Right. Who was Hades' grandfather? ആദ്യത്തെ സുനിൽകുമാർ എഴുതണേ മോനെ. Who was Hades' grandfather? All of you write the question. All of you take your pencils and write. പേന കൊണ്ട് ആരും എഴുതരുതേ. Who was Hades' grandfather? Hades' grandfather അവിടെ തന്നെ ഉണ്ട്. Who? WHO. Who? Who was Hades' grandfather? എല്ലാവരും എഴുതിയോ? മുഹമ്മദ് റിഹാൻ എഴുതിയോ? ഏഞ്ചൽ എഴുതിയോ? Who was Hades' grandfather? മിസ് എഴുതണ്ടല്ലോ. ഹൂന്റെ സ്പെല്ലിംഗ് എന്താ? WHO. Who was? WAS. Who was Hades' grandfather? Ready, miss? Say anything? No. Who was Hades' grandfather? Second one. Sanya finished the essay today. Sanya finished the essay today. Here the statement is, Sanya finished the essay today. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? സന്യ ഫിനിഷ് ദ എസ്സേ ടുഡേ. ഇന്ന് സന്യ അവളുടെ എസ്സേ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആൻസർ കിട്ടുന്നത് എങ്ങനെ ചോദിച്ചാലാ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുക? എന്ത് ചോദിച്ചാലും അങ്ങനെ ആൻസർ കിട്ടുക? മലയാളത്തിൽ പറഞ്ഞ എന്റെ മക്കള്. എപ്പോഴാണ് സന്യ എസ്സേ ഫിനിഷ് ചെയ്തത്? അല്ലേ? എപ്പോഴാണ് സന്യ എസ്സേ ഫിനിഷ് ചെയ്തത്? When did Sanya finish the essay? When did Sanya finish the essay? എപ്പോഴാണ് സന്യ എസ്സേ ഫിനിഷ് ചെയ്തത്? സന്യ finished the essay today. സന്യ എസ്സേ ഫിനിഷ് ചെയ്തത് ഇന്നാണ്. When did W, നമുക്ക് ടൈം ഔട്ട് ചെയ്യാനായി, നമ്മുടെ ക്ലാസ് കഴിയാറായി. 1 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് മിസ് ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നില്ല, സ്പെല്ലിംഗ് പറയാം. നോട്ട് അയച്ചു തരാം മിസ്, കുഴപ്പമില്ലല്ലോ. When did WHEN? When? ബൽബിനോ എഴുതിയ മോനെ? WHEN. സായി കൃഷ്ണ എഴുതിയോ? എഴുതുന്നുണ്ടോ? ഓക്കെ. WHEN. When did? DID. When did? സന്യ സ്പെല്ലിംഗ് എവിടെ ഉണ്ട്? SANYA. സന്യ. When did Sanya finish? FINISH. Finish the essay. THE. The. When did Sanya finish the essay? ESSAY. ലാസ്റ്റ് എന്നിടണം. ഫുൾ സ്റ്റോപ്പ് ആണോ ക്വസ്റ്റ്യൻ മാർക്ക് ആണോ?
ക്വസ്റ്റ്യൻ മാർക്ക്, 2 ക്വസ്റ്റ്യൻ എഴുതുന്നേ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. When did Sanya finish the essay? Okay, shall we wind up the class? ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്തിയാലോ? നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. ഓക്കെ, ബൈ. See you in the next class. പഠിക്കണേ. ബൈ.